യെസ് രോഹിണി, നമുക്ക് തൃശ്ശൂരേക്ക് പോകാം. വളരെ പ്രധാനപ്പെട്ട ഫൈറ്റ് നടക്കുന്ന വളരെ നിർണായകമായ മണ്ഡലങ്ങളുള്ള ഒരു മണ്ണിലേക്കാണ് ഇനി പോകുന്നത്. അവിടെ എത്രത്തോളം പോളിംഗ് വർദ്ധിക്കുന്നുണ്ട്, എത്രത്തോളം ശക്തമാണ് ഇപ്പോഴും പോളിംഗ് ബൂത്തുകളിലേക്ക് കാണാവുന്ന നീണ്ട നിര എന്തൊക്കെയാണ് കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നത്. സാനു കെ സജീവ് ചേരുകയാണ്. സാനു, ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? ശ്യാമ, നമ്മളിപ്പോൾ ഉള്ളത് കേരളവർമ്മ കോളേജിലാണ്. കേരളവർമ്മ കോളേജിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കേരളവർമ്മ കോളേജിലെ 68 മുതൽ 72 ബൂത്തുകൾ വരെയാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ നിലവിലിവിടെ ആളുകളുടെ വലിയ ക്യൂ ഒന്നും നീണ്ട നിരയൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇതുവരെ ജില്ലയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് 9:30 വരെ രേഖപ്പെടുത്തിയിട്ടുള്ളത് 16.82% വോട്ടിംഗാണ്. എന്തായാലും രാവിലെ ഈ ബൂത്തിലൊക്കെ വലിയ ജനത്തിരക്കുണ്ടായിരുന്നു, വലിയ വോട്ടർമാരുടെ നീണ്ട നിരയുണ്ടായിരുന്നു. സാധാരണ നിലയിലൊക്കെ നഗരമാണ്, നഗരത്തിലൊക്കെ രാവിലെയൊക്കെ ആളുകൾ കൂടുതലായി കൂട്ടമായി എത്തി വോട്ട് ചെയ്ത് പോകുന്ന ശൈലിയാണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ 71 നമ്പർ ബൂത്തിലാണുള്ളത്. ഇവിടെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ വോട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. രാവിലെയൊക്കെ വലിയ തിരക്കുണ്ടായിരുന്ന സ്ഥലമാണ്. ജോലിക്ക് പോകുന്നവരും അതേപോലെ തന്നെ മറ്റ് പല സ്ഥലങ്ങളിലുള്ളവരും രാവിലെ വന്ന് വോട്ട് ചെയ്ത് വോട്ട് രേഖപ്പെടുത്തി അവരുടെ ജനാധിപത്യ പ്രക്രിയയിൽ അവരും പങ്കാളികളായി തിരികെ മടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 71ാമത്തെ ബൂത്ത്, ഇതിന് തൊട്ട് സമീപത്ത് തന്നെ 72ാമത്തെ ബൂത്തും ഉണ്ട്. അത് ഈ കോളേജിൻ്റെ മറുഭാഗത്താണ് 68 മുതൽ 70 വരെയുള്ള ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുള്ളത്. എന്തായാലും ശ്യാം പറഞ്ഞ പോലെ തന്നെ, ശ്യാം സൂചിപ്പിച്ച പോലെ തന്നെ വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ജില്ലയാണ് തൃശ്ശൂർ. കാരണം 2024 സുരേഷ് ഗോപി നേടിയിട്ടുള്ള ഐതിഹാസികമായിട്ടുള്ള വിജയം, ആ ഒരു മുന്നേറ്റം, അത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും വീണ്ടും ആവർത്തിക്കുമെന്ന് തന്നെയാണ് BJP കണക്കുകൂടുന്നത്. കാരണം വലിയ രീതിയിൽ 6 നിയമസഭാ മണ്ഡലങ്ങളിലാണ് അന്ന് ലീഡ് ചെയ്യാൻ സാധിച്ചത്. അതിൽ ഏറ്റവും അധികം ഭൂരിപക്ഷം നേടിയ മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ, നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ. ആ നിയമസഭാ മണ്ഡലം തൃശ്ശൂർ വലിയ വാശിയേറിയ ത്രികോണ പോരാട്ടം കൂടെ നടക്കുകയാണ്. തൃശ്ശൂരുണ്ട്, മണലൂരുണ്ട്, അതേപോലെ തന്നെ നാട്ടികയുണ്ട്. അങ്ങനെ വലിയ പോരാട്ടം നടക്കുന്ന ജില്ലകളും ഏറ്റവും അധികം മണ്ഡലങ്ങളും ഉൾപ്പെടുന്ന ജില്ലയാണ് തൃശ്ശൂർ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് പത്മജ വേണുഗോപാലും അതേപോലെ തന്നെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജൻ പല്ലനും ആലങ്കോട് ലീലാകൃഷ്ണൻ LDF സ്ഥാനാർത്ഥിയും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലമായിട്ടുള്ള തൃശ്ശൂരിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ വലിയ പോരാട്ടം നടക്കുന്നു. ത്രികോണ പോരാട്ടമൊന്നും നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും LDFും അതേപോലെ UDFും അതേപോലെ NDAയും നേരിട്ട് മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. എന്തായാലും വലിയ ജില്ലയുടെ പല ഭാഗങ്ങളിലും വലിയ രീതിയിലുള്ള ആളുകളുടെ കൂട്ടമായി എത്തി വോട്ട് രേഖപ്പെടുത്തുന്നു. അതിൽ മണലൂരുണ്ട്, നാട്ടികയിലൊക്കെ വലിയ രീതിയിൽ ഇപ്പോഴും വലിയ ക്യൂ ഒക്കെ പല ഭാഗങ്ങളിലും നമുക്ക് ദൃശ്യമാകുന്നുണ്ട്. കാരണം അത് ഗ്രാമപ്രദേശമാണ്, അവിടെയൊക്കെ തീപാറുന്ന പോരാട്ടം നടന്നതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വലിയ പോരാട്ടത്തിന്റെ ഒരു വാശിയും ദയവായി തുടരുക. എത്താം ഇപ്പോൾ ദേവികുളം NDA സ്ഥാനാർത്ഥി എസ് രാജേന്ദ്രൻ പ്രതികരിക്കുകയാണ് തത്സമയത്തിലേക്ക്. 2010 മുതലാണ് ഇടമലക്കുടി രൂപപ്പെട്ടതും വൈദ്യുതിയും റോഡും ഉണ്ടായത്. 2021 ശേഷമാണ് പഞ്ചായത്ത് വന്നതുപോലെ പ്രവർത്തനം വന്നതുപോലെയൊക്കെ ചിലർ പ്രചരിപ്പിക്കുന്നു. എന്തായാലും അതുപോലെയുള്ള, ഞാൻ പറഞ്ഞത് അതുപോലെയുള്ള കള്ളപ്രചരണങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് ജനങ്ങൾ അതൊന്നും ആഗ്രഹിച്ചതല്ല, മാറ്റങ്ങളാണ് ആഗ്രഹിക്കുന്നത്. മോഡിയുടെ വികസനവും BJPയുടെ ഇടപെടലും നമ്മുടെ മണ്ഡലത്തിൽ അതിയായ ഗുണം ചെയ്യും. വളരെയേറെ വിനോദസഞ്ചാരത്തിലും വനംവകുപ്പിൻ്റെ പ്രയാസ പ്രശ്നങ്ങളിലെല്ലാം ഇടപെടും. തോട്ടം മേഖലയിൽ കൂലി വർധന ഉൾപ്പെടെയുള്ള താമസിക്കുന്ന ലയങ്ങളുടെ ശോചനീയാവസ്ഥ ഉൾപ്പെടെ എല്ലാവർക്കും വീട്, കുടിവെള്ളം എന്ന ലക്ഷ്യം കൈവരിക്കും. സംശയമില്ല. ഒരു കഴിഞ്ഞ കാലത്തെ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട ഒരു കാലഘട്ടമാണ് കഴിഞ്ഞു പോയത്. എല്ലാം കഴിഞ്ഞു പോയല്ലോ, ഇനിയിപ്പോൾ അത് ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. കഴിഞ്ഞു പോയതല്ലേ. 40 വർഷക്കാലത്തെ അധ്വാനവും കാണാതെ പോയിട്ടുണ്ട്. സംസ്ഥാനത്ത് NDA മുന്നേറ്റം ഉണ്ടാകുമോ? തീർച്ചയായും, അതിന് സംശയം വേണ്ടല്ലോ. മാറ്റമുണ്ടാവും, നല്ലപോലെ മുന്നേറ്റമുണ്ടാവും. ഈ അടിമാലി മേഖലയിൽ ഇന്നലെ ഒരു ആക്രമണ സംഭവം നടന്നിട്ടുണ്ട്. അതായത് ഈ കുമ്പൻപാറയിൽ നമ്മുടെ ഒരു ഓഫീസ് അടിച്ചു തകർന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ബൂത്ത് പണ്ടത്തെ സാഹചര്യം കണക്കാക്കിയാൽ ഇന്നുണ്ടായ ആക്രമണങ്ങളൊന്നും വലുതായിട്ട് കാണുന്നില്ല. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സാഹചര്യത്തിൽ ആധുനികമായ സാഹചര്യങ്ങളുള്ള ജീവിത രീതിയിൽ ഇത്രയും തറന്നാന്നു പോകുന്നതിൽ ആശങ്ക. രാജേന്ദ്രനെ ഭയപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ ഒരു അത്തരത്തിലുള്ള വിളറുകൊണ്ടൊരു കുമ്പൻപാറയുടെ അങ്ങനെ നോക്കിയാൽ ഏറ്റവും കൂടുതൽ സഹായം ഞാൻ ഉള്ള സമയം ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ടായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പ്രലോഭനപരമായി ഒരു മാറ്റം വരുന്നു എന്ന് കണക്കാക്കുമ്പോൾ ചിലരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടുള്ള സംഘർഷം ഉണ്ടാക്കാൻ ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടാകും.
അത് ഒറ്റപ്പെട്ട ഒരു സംഭവമായി കണക്കാക്കുന്നു. ദേവികുളം NDA സ്ഥാനാർത്ഥി എസ് രാജേന്ദ്രന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ നേരെ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. വീണയുണ്ട്. അതെ, വമ്പൻ പോരാട്ടമാണ് തിരുവനന്തപുരത്തെ എല്ലാ മണ്ഡലങ്ങളിലും. വീണ എവിടെയാണ് നിൽക്കുന്നത് പറയൂ. അത് മാത്രമല്ല, നമുക്കൊരു കാര്യം കൂടി അറിയണം. ആ ഒരു ടൈറ്റ് ഫൈറ്റിനനുസരിച്ചുള്ള ഒരു പോളിംഗ് ഈ ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഉണ്ടാകുന്നുണ്ടോ? അതുകൂടി നമുക്കൊന്ന് വിലയിരുത്തണം. വീണ പറയും. ശ്യാം, രോഹിണി, ഞാനിപ്പോൾ നിൽക്കുന്നത് കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിന്റെ ബൂത്തുകളിലൊന്നായ കുളത്തൂർ പരിസരത്ത് ഒച്ചുള്ളൂർ ഭാഗത്തുള്ള കൊട്ടാരം ബൂത്തിലാണ് നിൽക്കുന്നത്. 215 ബൂത്താണ്. ഈ ബൂത്തിൽ രാവിലെ 7 മണി മുതൽ 4 മണിക്കൂർ പിന്നിടുമ്പോൾ വലിയ തിരക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ അല്പം തിരക്ക് കുറയുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്ഥാനാർത്ഥിയായിട്ടുള്ള വി മുരളീധരനടക്കം ഈ ഒരു ബൂത്തിലെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. നമ്മൾ ആദ്യത്തെ മണിക്കൂറുകൾ പരിശോധിക്കുകയാണെങ്കിൽ പൊതുവിലൊരു ചിത്രത്തിൽ 20% പോളിംഗിലേക്ക് കടക്കുമ്പോൾ കഴക്കൂട്ടത്തും വലിയ രീതിയിലുള്ള പോളിംഗ് ശതമാനം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വോട്ടിങ്ങിനെ കാത്തു നിൽക്കുന്ന വോട്ടർമാരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാവിലെ മുതൽ തന്നെ വലിയൊരു തിരക്കാണ് അനുഭവപ്പെട്ടിരിക്കുന്നത്. കടുത്ത ചൂട് ആയതിനാൽ തന്നെ രാവിലെ വന്ന് തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുക എന്നതിൽ പ്രാധാന്യം നൽകുന്ന വോട്ടർമാരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ശതമാന വർധനവ് അത് നമ്മൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുമായി പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2021 തിരഞ്ഞെടുപ്പിൽ 69% കഴക്കൂട്ടത്തെ പോളിംഗ് ശതമാനം. അത് ഈ രാവിലത്തെ ആദ്യത്തെ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ അതിൽ കൂടാൻ തന്നെയാണ് സാധ്യത എന്നുള്ളതാണ്. അതിനാൽ തന്നെ വെയിലൊക്കെ കൂടുന്നതിന് മുമ്പ് തന്നെ ഇവിടെ എത്തി വോട്ട് ഇട്ട് പോകുക എന്നുള്ള കാര്യത്തിനാണ് വോട്ടർമാർ പ്രാധാന്യം നൽകുന്നത് എന്നുള്ളത്. ക്യൂവിൽ നിൽക്കുന്ന 2-3 പേരെ നമുക്ക് കാണാം. വെയിൽ ഉറയ്ക്കുന്നതിന് മുമ്പ് വോട്ടിടാൻ എത്തിയതാണ്. അത് ചൂട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്? കുഴപ്പമില്ല, വലിയ ചൂടായില്ല. 10:30 രാവിലെ നല്ല തിരക്കുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയിട്ടാണ് എത്തിയത്? അല്ലല്ല, കുറച്ച് ദൂരെ നിന്നായിരുന്നു. ഇപ്പോൾ രാവിലെ തിരക്കൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ ഒരുവിധം ഒതുക്കിയിട്ട് തുടങ്ങിയതാണ്. അതെ. പൊതുവിലെങ്ങനെയാണ് നാട്ടിലെ ഒരു തിരഞ്ഞെടുപ്പോളോ? കുഴപ്പമില്ല, വോട്ടിടാൻ കാത്തു നിൽക്കുകയാണ്. കുറേ സമയമായി? ഇല്ല, കുറച്ച് നേരമായിരുന്നു. തിരക്ക് കുറവാണ്? ആശ്വാസമാണ്. വീട്ടിൽ നിന്ന് എല്ലാവരും എത്തിയിട്ടുണ്ടോ? ഉണ്ട്. സ്ത്രീകൾക്കും ഒപ്പം തന്നെ പുരുഷന്മാർക്കുമൊക്കെ ആയിട്ട് പ്രത്യേക ക്യൂ ഉണ്ട്. ഇപ്പം പുരുഷന്മാരുടെ ക്യൂ കഴിഞ്ഞ് പുരുഷന്മാർ കയറിയിരിക്കുകയാണ്. ഇവിടെ സ്ത്രീകൾ കുറച്ച് പേര് മാത്രമാണ് നിൽക്കുന്നത്. വളരെ കുറച്ച് വോട്ടർമാരുള്ളൊരു ബൂത്ത് കൂടിയാണിത്. നമ്മൾ നോക്കുകയാണെങ്കിൽ 956 അല്ലെങ്കിൽ 900 ആ ഒരു റേഞ്ചിൽ വരുന്ന 1000-ന് താഴെ വോട്ടർമാർ മാത്രമുള്ളൊരു ബൂത്താണിത്. ഉള്ളൂർ ഭാഗം 1 ഈ ബൂത്ത്. ഈ ബൂത്തിൽ രാവിലെ മുതൽ തന്നെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സമാധാനപരമായി തന്നെയാണ് വോട്ടർമാർ ഇവിടെ എത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, നിരവധി പേർ, അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തുന്നവർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള സജ്ജീകരണങ്ങൾ, ക്യൂ നിൽക്കുന്നതിനൊപ്പം തന്നെ വാഹനം ഈ ഒരു പോളിംഗ് ബൂത്തിൻ്റെ സമീപത്ത് തന്നെ പാർക്ക് ചെയ്യുവാനും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളവരെ അധികം കാത്തു നിൽപ്പിക്കാതെ തന്നെ അവർക്ക് വോട്ട് ചെയ്യുവാനുള്ള അവസരം കൂടി ഒരുക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. രാവിലെ തന്നെ, അതായത് ചൂട് കൂടുന്നതിന് മുമ്പ് തന്നെ വോട്ടർമാർ ബൂത്തുകളിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 20% എത്തുമ്പോൾ, അതായത് 4 മണിക്കൂറാകുമ്പോൾ അത് 20% പോളിംഗ് ബൂത്ത് സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രി കൂടിയായ ജോർജ് കുര്യൻ ഇപ്പോൾ സമ്മതിദാന അവകാശം വിനിയോഗിച്ച ശേഷം പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ്. നെടുങ്കുന്നം സെന്റ് തെരേസ സ്കൂളിലെ ബൂത്ത് സന്ദർശനമാണ്. ക്ഷമിക്കുക പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ബൂത്ത് സന്ദർശനമാണ്. കാഞ്ഞിരപ്പള്ളി മണ്ഡലം NDA സ്ഥാനാർത്ഥി ജോർജ് കുര്യൻ നെടുങ്കുന്നം സെന്റ് തെരേസ സ്കൂളിലെ അദ്ദേഹത്തിന്റെ പ്രതികരണം. പ്രവർത്തകരെല്ലാം സജീവമാണ്, ജനങ്ങളും എത്തുന്നുണ്ട്. അപ്പോൾ പല ബൂത്തുകളിലും 30% കഴിഞ്ഞിരിക്കുകയാണ് പോളിംഗ്. വളരെയധികം പ്രതീക്ഷ നൽകുന്ന പോളിംഗാണ് നടക്കുന്നത്. വലിയ വെയിലില്ല, പക്ഷേ മഴക്കാർ കയറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആൾക്കാർ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം നല്ല രീതിയിലുള്ള പ്രതികരണമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബൂത്ത് സന്ദർശിക്കുമ്പോഴൊക്കെ ആത്മവിശ്വാസം കൂടുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും പ്രവർത്തകരുടെ ആത്മവിശ്വാസമുണ്ട്. വോട്ടേഴ്സിൻ്റെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ എത്ര ബൂത്തുകൾ സന്ദർശിച്ചു രാവിലെ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം? ഇപ്പോൾ 25 ബൂത്തായി. അനുകൂലമാണ് മിക്കടത്ത്? അതെ. ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എല്ലായിടത്തും ഇന്ന് അവസാനം 6 മണി വരെ പ്രചരണ വേളയിലും 2 മുന്നണികളേക്കാൾ മുന്നിലായിരുന്നു. അപ്പോൾ വോട്ടിംഗ് ദിനത്തിലും ആളുകളെ നേരിട്ട് കാണുമ്പോൾ അവർ അതെ. ഓക്കെ. നമുക്ക് പത്തനംതിട്ടയിലേക്ക് പോവാം. ഗൂഗിളുണ്ട്. ഗൂഗിൾ പറയൂ.
പത്തനംതിട്ട നിരവധി വിഷയങ്ങൾ ചർച്ചയായ ഒരു ജില്ല കൂടിയാണ്. തിരുവല്ല, ആറന്മുള ഒക്കെ എ ക്ലാസ് മണ്ഡലങ്ങൾ കൂടിയാണ്. അവിടെയുള്ള പോളിംഗ് എത്ര ശതമാനമാണ് നിലവിൽ? അതോടൊപ്പം തന്നെ എല്ലാ മണ്ഡലങ്ങളിലും ഭേദപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഗോകുൽ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ ശ്രീനാദേവി കുഞ്ഞമ്മയെ തടയാനെത്തി ഒരു നാടകീയ സംഭവങ്ങൾ അവിടെ അരങ്ങേറിയിട്ടുണ്ട്. അവരുടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ രേഖയെ നൽകിയ റേഷൻ കാർഡ് റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ CPM-ലെ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾ കൂടി ഒന്ന് വളരെ വേഗം അതൊക്കെ പരിഹരിക്കപ്പെട്ടോ? ശ്യാമ, തീർച്ചയായിട്ടും. അതായത് ഈ ശ്രീനാദേവി കുഞ്ഞമ്മയുമായി ബന്ധപ്പെട്ട് നേരത്തെ മുതൽ തന്നെ പ്രശ്നങ്ങളും വിവാദങ്ങളും ഒക്കെ നിലനിന്നിരുന്നതാണ്. പ്രത്യേകിച്ച് വോട്ടർ ID കാർഡ് അവർ എടുക്കാനായിട്ട് ഉപയോഗിച്ച റേഷൻ കാർഡ് വ്യാജമാണ്, ആ റേഷൻ കാർഡിൽ പേര് ചേർത്തത് വ്യാജമായിട്ടായിരുന്നു എന്നുള്ള ആരോപണമൊക്കെ നേരത്തെ CPI-യും ഒപ്പം ഇടതുമുന്നണിയും ഉയർത്തിക്കൊണ്ട് വന്നിരുന്നു. തുടർന്ന് അവരുടെ പേര് റേഷൻ കാർഡിൽ നിന്നും ഈ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥൻ അത് വെട്ടുകയും ഒക്കെ തന്നെ ചെയ്ത സംഭവവികാസങ്ങൾ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മ അടൂരിൽ വോട്ട് ചെയ്യാനായിട്ട് എത്തി. പക്ഷേ വോട്ടർ പട്ടികയിൽ അവരുടെ പേരുണ്ട്. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിയിട്ടില്ല, റേഷൻ കാർഡിൽ നിന്നാണ് പേര് വെട്ടുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ അവർ വോട്ട് ചെയ്യാനായിട്ട് രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് CPM പ്രവർത്തകരും ഒപ്പം ഇടതുമുന്നണിയുടെ മറ്റു പ്രവർത്തകരും ഒക്കെ തന്നെ ചേർന്നുകൊണ്ട് അവരെ തടയും അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ തന്നെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു. അവർ പക്ഷേ ഇടതു പ്രവർത്തകർ തടയാൻ വേണ്ടി എത്തിയപ്പോഴേക്കും ശ്രീനാദേവി കുഞ്ഞമ്മ വോട്ട് ചെയ്ത് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ നിന്നും മടങ്ങേണ്ടതായിട്ടുള്ളൊരു സാഹചര്യമാണ് ഉണ്ടായത്. അവർ വന്ന ഉദ്ദേശം നടന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ശ്രീനാദേവി കുഞ്ഞമ്മ വോട്ട് ചെയ്തു. ഒപ്പം ജില്ലയിൽ എല്ലാ മണ്ഡലങ്ങളിലും കനത്ത പോളിംഗ് തന്നെ ഈ രാവിലത്തെ ആദ്യ മണിക്കൂറുകളിൽ രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. നിലവിൽ 9 മണി വരെയുള്ള കണക്കുകളാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റ് മുഖേന നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. അതിന് പ്രകാരം 17% പോളിംഗ് പത്തനംതിട്ട ജില്ലയിൽ ആകമാനം രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പോളിംഗ് വന്നിരിക്കുന്നത് ആറന്മുള നിയോജക മണ്ഡലത്തിലും അതോടൊപ്പം തന്നെ തിരുവല്ല പോലെയുള്ള മറ്റ് നിയോജക മണ്ഡലങ്ങളിലും ഒക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. ആറന്മുളയിൽ 17.63% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റ് 4 മണ്ഡലങ്ങളിലും സമാനമായി തന്നെ 15 മുകളിൽ പോളിംഗിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ കൂടുതൽ അപ്ഡേഷൻ അല്ലെങ്കിൽ പുതിയ അപ്ഡേഷൻ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഊഹിക്കുന്നതനുസരിച്ച് 20% പോളിംഗ് ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. രാവിലത്തെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ പരമാവധി വോട്ടർമാർ ജില്ലയിലെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും എത്തി അവരുടെ സമ്മതിദാനം വിനിയോഗിക്കുന്നു. ഒരുപക്ഷേ ചൂട് കാലാവസ്ഥയൊക്കെ പരിഗണിച്ചുകൊണ്ടാവാം പരമാവധി വോട്ടർമാർ രാവിലത്തെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ വോട്ട് ചെയ്യാനായിട്ട് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം സ്ഥാനാർത്ഥികളിൽ പ്രമുഖരായിട്ടുള്ള എല്ലാ ആളുകളും തന്നെ രാവിലെ വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മന്ത്രി വീണ ജോർജും അനൂപ് ആന്റണി അടക്കമുള്ള ആളുകൾ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അനൂപ് ആന്റണി തിരുവല്ലയിലെ മുത്തൂരിലുള്ള ഗവൺമെന്റ് LP സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അതിനുശേഷം അദ്ദേഹം ഈ പിണറായി സർക്കാരിന്റെ വിധിയെഴുത്ത് അല്ലെങ്കിൽ പിണറായി സർക്കാരിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ജനവിധിയായിരിക്കും ഇക്കുറി തിരഞ്ഞെടുപ്പെന്നും NDA സംസ്ഥാനത്തുടനീളം വലിയ വിജയങ്ങൾ കരസ്ഥമാക്കുമെന്നും BJP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള തിരുവല്ലയിലെ NDA സ്ഥാനാർത്ഥി അനൂപ് ആന്റണി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. തിരുവല്ലയിൽ ഐതിഹാസികമായിട്ടുള്ള വിജയം NDA കരസ്ഥമാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു മണ്ഡലമായിട്ട് തിരുവല്ല മാറിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് BJP അനൂപ് ആന്റണിയുടെ നേതൃത്വത്തിൽ അവിടെ കയറി വന്ന ആ ഒരു കയറ്റം, പ്രത്യേകിച്ച് അവസാന സമയം പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തി പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ തിരുവല്ലയിൽ നടത്തുന്ന ഒരു സംഭവവികാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കുറി തിരുത്തി എഴുതും തിരുവല്ല എന്നുള്ള ഒരു കാര്യം BJP ക്യാമ്പിൽ നിന്നും വളരെ ശുഭാപ്തി വിശ്വാസമായിട്ട് അവർ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. സ്ഥാനാർത്ഥിയും അത് തന്നെ എന്തായാലും വ്യക്തമാക്കി കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് സമാനമായിട്ട് ആറന്മുള നിയോജക മണ്ഡലത്തിലും വലിയ വിജയപ്രതീക്ഷ BJP വെക്കുന്ന ഒരു മണ്ഡലമാണ്. കുമ്മനം രാജശേഖരനാണ് ആറന്മുളയിലെ NDA സ്ഥാനാർത്ഥി. അദ്ദേഹം രാവിലെ തിരുവനന്തപുരത്തായിരുന്നു അദ്ദേഹത്തിന് വോട്ട്. അവിടെ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം അല്പസമയത്തിനകം തന്നെ മണ്ഡലത്തിലെത്തി ബൂത്ത് സന്ദർശനവും വോട്ടർമാരെ സന്ദർശിക്കുകയും ഒക്കെ തന്നെ ചെയ്യുകയും ചെയ്യുന്നുണ്ടാവും. തിരുവല്ല, ആറന്മുള എന്നീ 2 A ക്ലാസ് മണ്ഡലങ്ങളാണ് പത്തനംതിട്ട ജില്ലയിൽ NDA ഏറ്റവും കൂടുതൽ വിജയപ്രതീക്ഷ വയ്ക്കുന്നത്. ഒപ്പം മറ്റ് 3 മണ്ഡലങ്ങൾ റാന്നി, കോന്നി, അടൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റം കൂടി BJP പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. റാന്നി മണ്ഡലത്തിൽ 2020 സ്ഥാനാർത്ഥിയാണ്, കോന്നി മണ്ഡലത്തിൽ BDJS-ന്റെ സ്ഥാനാർത്ഥിയാണ്, അടൂരിൽ BJP-യുടെ തന്നെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ എല്ലാ മണ്ഡലങ്ങളിലും 5 മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന പത്തനംതിട്ട ജില്ലയിൽ ഒരു വലിയ മുന്നേറ്റം അത് BJP പ്രതീക്ഷിക്കുന്നതിന് കാരണം പലതാണ്. പ്രത്യേകിച്ച് BJP-ക്ക് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങളും രാഷ്ട്രീയ പരിസ്ഥിതിയും ഒക്കെ ഈ സമകാലീന ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ശബരിമല സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് പത്തനംതിട്ട ജില്ല. അതുകൊണ്ട് തന്നെ ആ ശബരിമല സ്വർണ്ണക്കവർച്ച വിഷയം ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ അത് എതിരായിട്ട് ബാധിക്കുന്നത് ഇടത് വലത് മുന്നണികളെ ഒരുപോലെ തന്നെയാണെന്ന് പറയുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ നിന്നുള്ള പ്രമുഖരായിട്ടുള്ള ഇടത് നേതാക്കളടക്കമാണ് ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ അകത്തായിട്ടുള്ളത്, ജയിലിലായിട്ടുള്ളത്. അതൊക്കെ ഇടതുമുന്നണിയെ പ്രതിരോധത്തിലാക്കുന്നു. സമാനമായി തന്നെ വലതുമുന്നണിയും വലിയ പ്രതിരോധത്തിൽ തന്നെയാണ് ആ വിഷയത്തിലടക്കം. മറ്റ് ജനകീയ വിഷയങ്ങളും ഈ ശബരിമല വിഷയവും ഒക്കെ ഉന്നയിച്ചു
വെച്ചുകൊണ്ട് തന്നെയാണ്, ആളുകളിലേക്ക് കൃത്യമായിട്ട് എത്തിച്ചുകൊണ്ട് തന്നെയാണ്, അതോടൊപ്പം വികസന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച് തന്നെയാണ് BJPയും NDAയും മണ്ഡലത്തിൽ പ്രചരണത്തിൽ മുന്നോട്ട് പോയത്. അതുകൊണ്ടൊക്കെ തന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ ശുഭ പ്രതീക്ഷ തന്നെ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് BJP ക്യാമ്പിൽ നിന്ന് നേരത്തെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എന്തായാലും ഇക്കുറി മാറ്റമുണ്ടാകും, മാറാത്തത് പത്തനംതിട്ട ജില്ലയിലും മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഈ ഏറ്റവും ശ്രദ്ധേയമായിട്ട് കേരളം മുഴുവൻ നോക്കിക്കാണുന്ന ഒരു മണ്ഡലമായിട്ട് തിരുവല്ലയും അതോടൊപ്പം തന്നെ ആറന്മുളയും മാറുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ല. ഒപ്പം രാവിലെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഈ കനത്ത പോളിംഗ് രേഖപ്പെടുത്തുന്നത് അവസാന മണിക്കൂറുകളിലേക്ക് എത്തുമ്പോൾ ഒരു വലിയ പോളിംഗ് ശതമാനത്തിലേക്ക് പത്തനംതിട്ട മാറുമെന്നുള്ളതിൻ്റെ സൂചനയായി തന്നെ കണക്കാക്കുവാനായിട്ട് സാധിക്കുന്നു. എന്തായാലും എല്ലാ മുന്നണികളും അവരുടെ പ്രവർത്തകരുടെ അവരുടെ വോട്ടുകൾ രാവിലെ തന്നെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാഴ്ചയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ എല്ലാവരും വളരെ സജീവമായി തന്നെ മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഈ മണ്ഡലങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം 1, 2, 3 ചില ബൂത്തുകളിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ വോട്ടിംഗ് മെഷീനിന് ആദ്യ സമയത്തുണ്ടായിരുന്നു. അതൊക്കെ പരിഹരിച്ച് വോട്ടിംഗ് ആരംഭിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരു പോളിംഗ് ബൂത്തിൽ വൈദ്യുതി ഉണ്ടായിരുന്നില്ല ആദ്യത്തെ സമയം, അതൊക്കെ പരിഹരിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മറ്റ് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇതുവരെ ജില്ലയിലെങ്ങും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടില്ല. ഒരു മണ്ഡലത്തിൽ വീണ ജോർജിൻ്റെ ഈ ചിഹ്നത്തിന് മാത്രം ഇച്ചിരി തെളിച്ചക്കുറവുണ്ട് എന്നുള്ളൊരു പരാതി ഇപ്പോൾ ഉന്നയിച്ചു വന്നിട്ടുണ്ട്. അത് പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായിട്ടുള്ള കളക്ടർ അറിയിച്ചിട്ടുള്ളത്. ഇത് ആദ്യഘട്ടത്തിൽ പരിശോധിച്ചപ്പോൾ ഇത്തരത്തിൽ പരാതികളൊന്നും മറ്റു പാർട്ടികൾ പോലും അറിയിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് അത് ശ്രദ്ധയിൽപ്പെടാതെ പോയത്. എന്തായാലും അത് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്, കളക്ടർ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ആരോപണം കൂടി ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് പുറമെയാണ് ഈ ശ്രീനാദേവി കുഞ്ഞുമായി ബന്ധപ്പെട്ട ആ വിഷയം കൂടി ഉണ്ടായത്. അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പൊതുവെ ശാന്തമായിട്ട് സമാധാനമായി തന്നെ പത്തനംതിട്ട ജില്ലയിലെ പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രോണി LDF തകരാതിരിക്കണമെങ്കിൽ ഭരണമാറ്റം വേണം. അപ്പോൾ ഇത് നമ്മൾ പ്രതീക്ഷിക്കും. ഇത് ആരാ പറയുന്നത്? വല്ല സീതാറാം ക്ഷമിക്കണം മറ്റ് മുന്നണികളിലുള്ള അല്ല, നമ്മളെ ഇപ്പോൾ MA ബേബിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളായിരിക്കും എന്ന് പ്രതീക്ഷിക്കും. പക്ഷെ അല്ല, AK ആന്റണിയാണ് പറഞ്ഞത്. ഇന്ന് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി പറഞ്ഞത് LDF തകരാതിരിക്കണമെങ്കിൽ ഭരണമാറ്റം വേണമെന്ന്. അപ്പോൾ എന്തൊരു കരുതലാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മകനും BJPയുടെ വളരെ പ്രധാനപ്പെട്ട ദേശീയ നേതാവുമായ അനിൽ ആന്റണിയുടെ പ്രതികരണത്തിലേക്കാണ് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആ പ്രതികരണത്തിൽ തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ ഇപ്രാവശ്യം ഇതുവരെ കഴിഞ്ഞ 75 വർഷത്തിൽ കാണുന്നത് പോലെ മാറി മാറി UDFും LDFും വരുന്ന ആ സാഹചര്യം മാറി. എല്ലാവരും പ്രത്യേകിച്ച് മഹിളകൾ, യുവാക്കൾ, ഇവരെല്ലാവരും നല്ല രീതിയിൽ വോട്ട് ചെയ്യാൻ വരും. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ കേരളത്തിൽ ഒരു വശത്ത് BJPയും ഇന്ന് കാണുന്ന ഇന്ത്യ അലയൻസിലെ 2 പാർട്ടികൾ CPMഉം കോൺഗ്രസും ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ രണ്ടുപേരും ഒരുമിച്ച് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം കാണുന്നത് പോലെ BJPക്കെതിരെ ഇവിടെയും ഫോർമലി ഒരു അലയൻസിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യം വരുമെന്നാണ് നമ്മുടെ വിശ്വാസം. ഇവിടെ ഒരു വികസിത കേരളം വരാൻ പോവുകയാണ്.